ഞാൻ യാദവിന്റെ കൂടെ താമസിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഷർട്ടൊക്കെ ഊരി നോക്കിക്കഴിഞ്ഞാൽ അരിപ്പ പോലെ ആയിരിക്കണേ. ഒരു വെടിയുണ്ട് എപ്പോഴും ശരീരത്തിലുണ്ട്, വെടികൊള്ളാത്ത ഭാഗങ്ങളില്ല. ലക്കലി തലയിലൊന്നും കൊണ്ടില്ല, അതുകൊണ്ട് അയാള് ബുദ്ധിയോടുകൂടി ഇരിക്കുന്നു എന്ന് മാത്രം. ഈ ടൈഗർ ഹില്ല് നമ്മൾ പിടിച്ചെടുത്തില്ലായിരുന്നെങ്കിൽ കാർഗിൽ യുദ്ധം നമ്മൾ ജയിക്കില്ലായിരുന്നു, നമ്മൾ തോൽക്കുമായിരുന്നു. യാദവിനെ പോലെ ഒരാൾ കയറിപ്പോയില്ലായിരുന്നെങ്കിൽ ടൈഗർ ഹില്ല് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ലായിരുന്നു. ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ ആര് വേണമെങ്കിൽ ജയിക്കാം. എവിടെ എഴുതിയൊന്നും വെച്ചിട്ടില്ല ഇന്ത്യയും പാകിസ്ഥാനും എപ്പോൾ യുദ്ധം ഉണ്ടായാലും ഇന്ത്യ ജയിച്ചോളുന്ന എവിടെ എഴുതി വെച്ചിട്ടില്ല. ഒരു നിമിഷം നമുക്ക് ആലോചിച്ച് നോക്കാം, ആ 99 കാർഗിൽ യുദ്ധം ഇന്ത്യ തോൽക്കുകയായിരുന്നെങ്കിൽ ഇന്ന് 2025 നമ്മൾ പറയുന്ന ഇന്ത്യ ലോകത്തിൽ എവിടെ നിൽക്കുന്നു? സാമ്പത്തികമായിട്ടും മിലിറ്ററി ശക്തിയാണെങ്കിലും നമുക്കൊരു വിശ്വാസ്യതയുണ്ടല്ലോ ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ള ലോകരാജ്യങ്ങളുടെ മനസ്സിൽ. അന്ന് നമ്മൾ തോൽക്കുകയായിരുന്നെങ്കിൽ ഒന്നാം മുഷറഫിന്റെ പ്ലാൻ മുഴുവൻ നടന്നേനെ. പുള്ളി കാശ്മീർ ഇഷ്യൂ ഇതാക്കി കാശ്മീർ നമ്മുടെ കയ്യിൽ നിന്ന് പോയേനെ. നമുക്ക് ഇന്ന് നിൽക്കുന്ന സ്റ്റാൻഡിങ്ങിന്റെ ഒരു ഭാഗത്തും നമുക്ക് എത്താൻ പറ്റില്ലായിരുന്നു. ആ ടൈഗർ ഹില്ല് പിടിച്ചെടുക്കാൻ 17 വെടിയുണ്ട് അവനവന്റെ ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങി 19 വയസ്സുള്ള ഒരു പയ്യൻ, ന്യൂലി മാരീഡ് ആയിട്ടുള്ള പയ്യൻ, അങ്ങോട്ട് ചോദിച്ചു വാങ്ങി. ഈ അവസരം എനിക്ക് തരാവോ എന്ന് ചോദിച്ചു വാങ്ങി കയറിപ്പോയി. ഞാൻ വളരെ കേൾക്കുന്നവർക്ക് വിഷമം ഉണ്ടാവും, എന്നാലും ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഞാനും നിങ്ങളൊക്കെ നെഞ്ഞു വിരിച്ച് ഇന്ത്യക്കാരനാണ് അങ്ങനെയാണെന്ന് നിൽക്കുമ്പോൾ ആ 99 കാർഗിൽ യുദ്ധം നമ്മൾ തോറ്റിരുന്നെങ്കിൽ നമ്മൾ തലയിൽ മുണ്ടിട്ട് നടങ്ങേണ്ടി വന്നതിനെ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഇന്ത്യയെ ആക്കിയതിൽ വളരെ പ്രധാനപ്പെട്ടതെന്ന് മാത്രമല്ല നിർണായക പങ്കുവഹിച്ച ആളല്ലേ യോഗേന്ദ്ര സിംഗ് യാദവ്. അയാളൊന്ന് കയറിയില്ലായിരുന്നെങ്കിൽ ടൈഗർ ഹില്ല് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ലായിരുന്നു. ടൈഗർ ഹില്ല് പിടിച്ചെടുത്തില്ലായിരുന്നെങ്കിൽ കാർഗിൽ യുദ്ധം നമ്മൾ ജയിക്കില്ലായിരുന്നു.